ഹലോ നിനക്ക് പ്രൈവസി നീ ബ്രഹ്മചാരി പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കണത് വരവെന്നാ ഞാൻ മൊബൈലോ ഇവിടെ ലക്ഷ്മിക്കുട്ടിയുടെ പേരില് ബ്രഹ്മചാരി കിടന്ന് പൊളക്കണം അതിന്റെ ഇടക്ക് കിടന്ന് പറഞ്ഞു വാസുവിനെന്ത് എനിക്കെന്തൊരു ദേഷ്യം കുട്ടിയല്ലേ ഇവിടെ ജോലിക്കും അതിനൊക്കെ വേണ്ടിട്ട് എല്ലായിടത്തും പോയത് ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ് കുഞ്ഞാനാണോ ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ അല്ലാതെ നീ പട്ടറിയാന്ന് പറഞ്ഞോണ്ടല്ലേ പകല് മൊത്തം ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം എന്ന് വരെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത് അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത് അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ പി എ ആക്കത്തില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പി എ ആക്കൂലായിരുന്നോ ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ ഞാൻ പക്ഷെ ഇനി പറയത്തില്ല ഒരിക്കലും ഇനി ഞാൻ പറയത്തില്ല എനിക്ക് പി എ ഒന്നും വേണ്ട എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം പിന്നെ എന്താ വേണ്ടത് ആ അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ എന്ത് വളച്ചു കിട്ടണ എന്തിന് കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ പറ്റത്തില്ല മിസ്റ്റർ ഒരു മിസ്റ്റർ എക്സ് അതാര് ഹലോ ഹലോ കേക്കാം മീറ്റിംഗ് ഹലോ ഹലോ ആരാണ് കണ്ണൻ സ്രാങ്കോ ആ എന്താ കണ്ണൻ സ്രാങ്ക് നിങ്ങള് നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോന്നോ സിറ്റിയിലുണ്ടോ ആരാ പിന്നെ സംസാരിക്കുന്നേ അതല്ല ഇവിടെ ഈ സിറ്റി മുതുക് സിറ്റിയിലില്ല എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ് ഒരു മിനിറ്റ് ഓക്കെ 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 ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ എന്റെ തോട്ടിക്കാറ മര്യാദയ്ക്ക് താഴോട്ട് പാലത്തിന്റെ അടി ഞാൻ പാലത്തിന്റെ അടി നിൽക്കും പാലത്തിന്റെ അടിയിലോ ജോക്കി ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില് എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം ഇല്ല 8200 നീ എവിടെ വാ നീ എവിടാണിത് ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക മുതുക്കിന്റെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ നീ 8200 വാടാ നീ ജോക്കി കോള് കട്ടിയാണ് ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കുക ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും അല്ല നീ റിപ്പയർ കഴിഞ്ഞിട്ട് 8200 വരാൻ താഴെ 8200 മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാലം ഇല്ല 8200 ഈ ഗ്യാങ് ചിഹ്നത്തെറിച്ച് പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ മെസ് ബോയ് കോച്ച് കോച്ചല്ല കാമക്കുടി കഴിഞ്ഞ് പിടിച്ചു കേട്ടാ എന്ത് പറയും ഹലോ
പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി എല്ലാരും ഒന്ന് വന്നേ ജോക്കി എവിടെ ജോക്കി എവിടെ ജോക്കി എവിടെ ഹലോ നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടിവെച്ച് തോക്ക് വെച്ച് വെടിവെക്കാനല്ല നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാർ ഇടയിൽ കിടന്ന് കിടന്ന് വഴുതി വഴുതി കളിക്കുന്ന എന്തോ நான் மட்டும் இல்ல നമസ്കാരം നമസ്കാരം ജോക്കി നമസ്കാരം ഇവിടെ എന്താ പാലത്തിന്റെ അടിയിൽ എന്താ പരിപാടി പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എന്റെ അടുത്ത് കണ്ണാപ്പിയും നമ്മുടെ ടീം കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയായിരുന്നു നമ്മുടെ ടീം അതിശക്തിയമായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നാറി പൊഴുത്തിരിക്കുന്ന മുഖം നോക്കി ജോക്കിയുടെ ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് ആക്കിയത് വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി അയ്യേടാ കണ്ണാപ്പി നിങ്ങളില്ലാതെ പെട്ടുപോലോ അയ്യേ അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ ജോക്കി മറ്റേ പി എ ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള അതായത് ഇവന്മാരുടെയൊക്കെ ഭാര്യ പെണ്ണുള്ള അതെന്തിനാ നമുക്ക് ആരുമില്ലാന്ന് പറയുന്നേ അതെന്തിനാ നമുക്ക് ആരുമില്ലാന്ന് പറയുന്നത്